ഞാൻ ഈ വീഡിയോ ഒക്കെ ഇട്ട് തുടങ്ങിയ സമയം തൊട്ട് കിട്ടുന്നൊരു കമൻറ്റാണ്, ഞാൻ കള്ളപ്രചരണം നടത്തുന്നു, മതവിദ്വേഷം പരത്തുന്നു, ഇങ്ങനെ കുറച്ച് കമൻറ്റുകൾ. അപ്പോൾ അതിൽ ആദ്യത്തെ വീഡിയോയിൽ തന്നെ വന്നിരിക്കുന്ന ഒരു കമൻറ്റ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്യാം. PR Fighting 3323 എന്നാണ് അക്കൗണ്ടിൻ്റെ പേര്. 6:55 ടൈം സ്റ്റാമ്പ് ഇട്ടിട്ട് എന്തൊരു കള്ളപ്രചരണമാണ് എൻ്റെ പൊപ്പൊന്നോ. ആര് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു? എടാ നിനക്ക് വേണ്ടെങ്കിൽ ഇട്ടിട്ട് പോടി, നിന്നെ ആര് ഇതിനകത്ത് ക്ഷണിച്ചതല്ല, ജനിച്ചു വളർന്ന ഇതിനകത്തായതുകൊണ്ട് അങ്ങനെ ഒരു അബദ്ധത്തിൽ പെട്ടുപോയതാണ്. ഇനിയിപ്പോൾ ക്ഷണിച്ചാലും ഇമാതിരി ഊളത്തരത്തിനകത്ത് ഞാൻ വരത്തില്ല. ഇപ്പോൾ രണ്ടാമത്തെ കാര്യം, പുള്ളിയുടെ ആദ്യത്തെ ഇത് അഡ്രസ്സ് ചെയ്യാനായിട്ട് ഞാൻ അവിടെ എന്താണ് സംസാരിച്ചിരിക്കുന്നതെന്ന് ചെന്ന് നോക്കിയപ്പോഴത്തേന് ഞാൻ പറയുന്നത് ഈ പെന്തക്കോസ്തൽ സ്ഥിരമായി ഇവരുടെ ഒരു സൺഡേ സ്കൂളുകളിലും പ്രസംഗങ്ങളിലും ഉൾപ്പെടുത്തുന്ന കാര്യമാണ് മറ്റുള്ള ഒരു മതവിഭാഗക്കാരോടുള്ള വിദ്വേഷം, അല്ലെങ്കിൽ അവരിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത് മാറ്റി നിർത്തുക. അപ്പോൾ പുള്ളി അടുത്ത് സ്റ്റാമ്പ് ചെയ്ത് പറയുന്നത് ഞാൻ കള്ളപ്രചാരണമാണ്, ഇവരൊന്നും അങ്ങനെ പറയുന്നുമില്ല, പഠിപ്പിക്കുന്നുമില്ലെന്നാണ്. ഞാനായിട്ടൊന്നും പറയാൻ പോലും ഒരു ബൈബിൾ വചനം അങ്ങോട്ട് എടുത്തിട്ട് കൊടുത്തു. 2 കൊരിന്ത്യർ 6:14 മുതൽ 16 വരെ. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാപ്പിണ കൂടരുത്, നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്തൊരു ചേർച്ച, വെളിച്ചത്തിനും ഇരുട്ടിനോട് എന്ത് കൂട്ടായ്മ, ക്രിസ്തുവിനും ബെലിയാവിനും തമ്മിൽ എന്തു പൊരുത്തം, അല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്തു ഓഹരി, ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത, നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ, ഞാൻ അവരിൽ വസിക്കുകയും അവരുടെ ഇടയിൽ നടക്കുകയും ചെയ്യും, ഞാൻ അവർക്ക് ദൈവവും അവർ എനിക്ക് ജനവുമാകും എന്ന് ദൈവം അരുളി ചെയ്തിരിക്കുന്നല്ലോ, അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് വേർപെട്ടിരിപ്പീൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു സാധനം ഇട്ട് കൊടുത്തപ്പോഴത്തേനും പുള്ളി നൈസായിട്ട് അങ്ങ് സ്റ്റാൻഡ് മാറ്റി. ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ തന്നെ, ഒരു മാറ്റവുമില്ല. അവിശ്വാസികളായിട്ട് ഇണയില്ലാപ്പിണ കൂടരുത് എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ. അങ്ങനെ കൂടിയിട്ടുള്ള ഗതികളൊക്കെ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പുള്ളി കൃത്യമായിട്ട് അവിടെ പോയിന്റ് ഔട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ കൂട്ടുകൂടിയാൽ എല്ലാവരും നശിച്ചു പോകും, അത് നമ്മളിപ്പോൾ കാണുന്നുമുണ്ട്. ഉള്ളിലുള്ള വിദ്വേഷം ഇങ്ങനെ തുളുമ്പി വരുന്നത് കണ്ടോ? ഇവിടെ ഇപ്പോൾ സത്യത്തിൽ ആരാണ് വിദ്വേഷം പ്രചരിപ്പിക്കുന്നത്, ആരാണ് മതവിദ്വേഷം വെച്ച് പുലർത്തുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു സാധനം അവിടെ ഉണ്ട്. എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ അനുഭവിച്ച സാധനം പറഞ്ഞപ്പോഴത്തേന് കൃത്യമായിട്ടൊരു ഉത്തരം അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോഴത്തേന് അടുത്തത് ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ പല ആൾക്കാർക്കും ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഉള്ളിൽ ഇങ്ങനെ ഒതുക്കി വെച്ചിരിക്കുന്ന ആ ഒരു വിദ്വേഷം ഇങ്ങനെ കറക്റ്റ് മറച്ചു പിടിച്ചുകൊണ്ട് പറയാൻ അറിയത്തില്ല. ഉള്ളി ഒരു ശുദ്ധനാന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് അറിയാതെ ആ സാധനം ഇനി പുറത്തു വന്നത്. ബാക്കി കുറച്ചുകൂടെ മിടുക്കന്മാരായിട്ടുള്ളവർ അത് മറച്ചു വെച്ചിട്ട് വേറെ എന്തെങ്കിലും വളച്ചൊടിച്ച് ആ വഴിക്ക് പോകും. വളരെ ബേസിക് ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ്. ആദ്യം അവർ ക്യാൻസൽ ചെയ്യാൻ ശ്രമിക്കും, രണ്ടാമത് ഡിഫെൻഡ് ചെയ്യുമ്പോഴത്തേനും ഈ ഉള്ളിലിരിക്കുന്ന സാധനം പുറത്തു വരും. ഇത് തന്നെയാണ് ഞാനും പറയുന്നത്, ഞാൻ ഇല്ലാത്ത കാര്യം പറഞ്ഞിട്ടില്ല. ഇത് തന്നെ, ഇതാണ് വിദ്വേഷം, അല്ലാതെ ഞാൻ പറയുന്നതല്ല. ഉള്ള കാര്യത്തിനെ ചൂണ്ടിക്കാണിക്കുമ്പോൾ കിടന്ന് മൂങ്ങിയിട്ട് കാര്യമില്ല. അതവിടെ ഉണ്ട്, അതെടുത്ത് കളയാൻ ശ്രമിക്കുക.